ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഷൂസ് ചെയ്തെടുത്താലോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല, നമ്മൾ റെഡ് കളറ് ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാച്ചായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷൂസ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അത് നമ്മളൊരു 3 to 6 months ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ബേബീസിൻ്റെ കാലിൻ്റെ മെഷർമെൻറ്റും നോക്കിയിട്ട് നമുക്കിതിന് ചേഞ്ച് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ചസ് കൂട്ടിയും കുറച്ചും കൊടുത്താൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു യാണാണ്, നമ്മൾ വൈറ്റ് യാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോട്ടൺ യാണാണ് നമ്മൾ ഈ ഒരു ബേസിന് യൂസ് ചെയ്തിട്ടുള്ളത്. സോളും ബേസ് അപ്പർ പാർട്ടും നമ്മൾ കോട്ടൺ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഫ്ലഫി ആയിട്ടുള്ള ഒരു യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതെന്ന് കാണാൻ. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സെലിബ്രിറ്റി അൾട്രാ സോഫ്റ്റ് യാൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിറ്റിംഗ് യാണാണ്. ഗംഗ അക്രിവൂൾ യാണാണിത്. അപ്പോൾ ഇത് ഞാൻ പ്രധാൻ എംബ്രോയ്ഡറി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് 8 പ്ലേയുടെ ഒരു യാണും വേണം. അപ്പോൾ ഞാനിത് 8 പ്ലേ ഇല്ലാത്തതുകൊണ്ട് 4 പ്ലേ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ 8 പ്ലേ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും 8 പ്ലേ ആണെങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2.5 mm ഹുക്ക് സെറ്റാണ്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഒരു തിക്നെസ്സിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. 8 പ്ലേ നമ്മൾ നോർമലി 8 പ്ലേക്ക് 4 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുക. പക്ഷേ നമ്മളിവിടെ ആ ഒരു ഷൂവിൻ്റെ തിക്നെസ് നല്ലൊരു ക്യൂട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 പ്ലേ ആണെങ്കിലും 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 8 പ്ലേ ഇല്ലാത്തതുകൊണ്ട് 4 പ്ലേ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ 8 പ്ലേ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും 8 പ്ലേ ആണെങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2.5 mm ഹുക്ക് സെറ്റാണ്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഒരു തിക്നെസ്സിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 2.5 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക. 8 പ്ലേ നമ്മൾ നോർമലി 8 പ്ലേക്ക് 4 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുക. പക്ഷേ നമ്മളിവിടെ ആ ഒരു ഷൂവിൻ്റെ തിക്നെസ് നല്ലൊരു ക്യൂട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 പ്ലേ ആണെങ്കിലും 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർമലി നമ്മൾ 4 പ്ലേ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോൾ നമ്മൾ 2 യാണ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. 8 പ്ലേ ഇല്ലാത്തത് കൊണ്ട് 2 യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ 8 പ്ലേ ആണ് തന്നെ യൂസ് ചെയ്യണേ. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 11 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ 3 to 6 monthsലെ ആ ഒരു റേഞ്ചിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 11 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ന്യൂ ബോൺ ആണെങ്കിൽ നിങ്ങൾ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10 11 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അത് 6 to 1 year ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ 11 ചെയിൻ സ്റ്റിച്ചിൻ്റെ പകരം നിങ്ങൾ 13 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ യാണോ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ യാണോ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇതാണ് നമ്മളെ ലാസ്റ്റ് സ്റ്റിച്ച്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് നോട്ടാണിത്. അപ്പോൾ അവിടെയും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും
യാണോ ചെയ്യുക, മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോ ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചതുകൊണ്ട് കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കൗണ്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ബിഗിനേഴ്സിന് പലർക്കും ഭയങ്കര എന്താ പറയുക സംശയങ്ങളാവും ഉണ്ടാവുക. ഇത്ര സ്റ്റിച്ച് എനിക്ക് 8 കിട്ടിയിട്ടുള്ളൂ, 6 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സ്റ്റിച്ച് മാർക്കർ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രം നോക്കിയാൽ മതി. സ്റ്റിച്ചസ് മാറ്റുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ചെയ്യുമ്പം ഇങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ചൊക്കെ ചിലപ്പോൾ എണ്ണുമ്പോൾ ഒക്കെ ഡിഫറൻറ്റ് വരും. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതുവരെ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC തന്നെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കറിൽ ഞാനിവിടെ 5 ഹാഫ് DC ആണ് ചെയ്യുന്നത്. ഈ സെയിം സ്പേസിൽ തന്നെ 5 ഹാഫ് DC ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് DC ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാഫ് DC ചെയ്ത് അവിടെ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഓൾറെഡി ചെയ്തു. ഈ സെയിം സ്പേസിൽ തന്നെ 4 എണ്ണം കൂടി ചെയ്യണം. അങ്ങനെ ടോട്ടൽ നമുക്ക് 5 ഹാഫ് DC ആണ് ഈ ഒരു ലാസ്റ്റ് ചെയിൻ നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ 5 ഹാഫ് DC ചെയ്തപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങനെ ടേൺ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു 5ാമത്തെ സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റിച്ചിലും സ്റ്റിച്ച് മാർക്കർ വെച്ചു. 1 2 3 4 5 5th സ്റ്റിച്ചിലും സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നമ്മൾ ഇവിടെ എത്തുന്നവരെ ഈ ഒരു സ്റ്റിച്ച് എത്തുന്നവരെ നമുക്ക് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് എത്തുന്നവരെ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ സ്റ്റിച്ചിനെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി ഇവിടെ എത്തുന്ന ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുള്ള ടൈലൻഡിൻ്റെ ഈ യാണാണിത്, ബാലൻസ് വന്ന യാണ്. ആ യാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെൻ്റെ ബാക്കിൽ ഹൈഡായി പോവും. എന്നിട്ട് ഫസ്റ്റ് ചെയിനിൽ നമുക്കൊരു ഹാഫ് DC ചെയ്യാം. ഇങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടോ ബാക്ക് സൈഡിലേക്ക് ഇത് ഹൈഡായിട്ട് പോയിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഹാഫ് DC ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ചെയിൻ പോലെ കാണും. ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1 2 സെക്കൻഡ് സ്റ്റിച്ചിൽ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് 1ൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് DC കൂടി ചെയ്ത് കൊടുക്കാം. സെയിം സ്പേസിൽ ചെയിൻ 2 ചെയ്ത ആ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് DC ചെയ്യാം.
2 യാൺ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വിരിക്കുമ്പോൾ ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 2 യാൺ വെച്ച് ചെയ്യരുത് കേട്ടോ. യാൺ ഓവർ ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 2 ഹാഫ് ഡി സി സെയിം സ്പേസിൽ തന്നെ 2 ഹാഫ് ഡി സി ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ചിൽ 2 വീതം ചെയ്തിട്ട് ഇവിടെ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ചെയിൻ നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെയാണ് നമ്മൾ ഒരു ഹാഫ് ഡി സി ചെയ്തത്. ഇനി തൊട്ടടുത്ത ചെയിനിലും അതുപോലെ നമ്മൾ 2 ഹാഫ് ഡി സി ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഇതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്പർ കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു 5 ചെയിനിലും 2 വീതം ചെയ്തിട്ട് 5 ചെയിനിനെ 10 ചെയിനാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ ഇപ്പോൾ ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. അതിൽ നമ്മൾ 1 ചെയ്തു. ഇനി അതിൽ തന്നെ സെയിം തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഇവിടെ നമ്മൾ 2 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലും സെക്കൻഡ് സ്റ്റിച്ചിലും 2 ചെയ്തു. ഇനി നമ്മൾ തേർഡ് സ്റ്റിച്ചാണ്. തേർഡ് സ്റ്റിച്ചിലും നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 5 സ്റ്റിച്ചിനെ 2 വീതം ചെയ്തിട്ട് 10 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 ചെയ്തു. സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കുള്ളത് 5th സ്റ്റിച്ചാണ്. ഈ 5th സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ചിൽ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ലാസ്റ്റ് 5th സ്റ്റിച്ചിലും 2 ചെയ്തു. ഈ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 10 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയോ സ്റ്റിച്ച് മിസ്സായെന്ന് മനസ്സിലാക്കുക. അതിങ്ങനെ ഓരോ സ്റ്റെപ്പും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ. 1 2 എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഹാഫ് ഡി സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി 2 സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചും തൊട്ടടുത്ത ഒരു സ്റ്റിച്ചും അങ്ങനെ 2 സ്റ്റിച്ചാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൽ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എടുത്ത് ആ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡി സി ചെയ്ത ആ ഒരു അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അതിൽ 2 ചെയ്തു. ഇനി അടുത്ത 1 സ്റ്റിച്ചും കൊണ്ട് ആ സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 2 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി ഈ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡി സിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ പിന്നെ ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാം. തേർഡ് റൗണ്ട് നമ്മൾ 3 to 6 month ആയതുകൊണ്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് തേർഡ് റൗണ്ടിൽ ചെയ്യുന്നത്. നിങ്ങൾ 6 to 1 year ആണെങ്കിൽ ഈ സെയിം പാറ്റേൺ തന്നെ തേർഡ് റൗണ്ടിൽ ഹാഫ് DC ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ ചെയിൻ 1 ചെയ്യാം. ചെയിൻ സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി തൊട്ടടുത്ത ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 എന്നുള്ള പാറ്റേൺ ആണ്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 6 to 1 year വരെ ആണെങ്കിൽ സിംഗിൾ ക്രോഷ്യക്ക് പകരം ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് 11 പകരം 13 ചെയ്യാം. അതുപോലെ ഈ ഒരു റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. അതിന് പകരം ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്തു നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതുവരെയുള്ള സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഈ ഒരു സ്പേസിൽ നമ്മൾ 10 സ്റ്റിച്ചിൽ നമ്മൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്കതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. അപ്പോൾ 2 1, അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. ഒരു സിംഗിൾ സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക, ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആവശ്യമില്ല. നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയാൽ നമ്മൾ സോൾ ഇവിടെ റെഡി ആവും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ഇവിടെ സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം, ഒരു ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. അടുത്തതിൽ നമുക്ക് 1 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒന്നിൽ ഒരു സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒന്നിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ നമ്മൾ ഇങ്ങനെ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത ഇവിടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന അതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല, അതൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോളിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ സോളിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് 3 to 6 month 9 സെൻറ്റിമീറ്റർ മതി, അല്ലെങ്കിൽ 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് കറക്റ്റ് നോർമൽ ബേബീസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ബേബീസിൻ്റെ കാലിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ നോർമലായിട്ട് എടുക്കുമ്പം 9 സെൻറ്റിമീറ്റർ
4 ഇഞ്ചാണ് എടുക്കുക. ഇത് നമ്മൾ അപ്പർ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പർ പാർട്ട് ചെയ്യാനായിട്ട് 1 2 ചെയിൻ ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് ലൂപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെയിൻ പോലെ കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു ചെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു ഫിംഗറിൻ്റെ ഭാഗത്ത് വരുന്ന ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഈ ഭാഗത്ത് വരുന്ന ലൂപ്പിന്, ഈ ബാക്ക് സൈഡിൽ വരുന്ന ഈ ലൂപ്പിനെ നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് പറയും. ഇതാണ് നല്ല ഭാഗം, ഇത് നമ്മൾ ചീത്ത ഭാഗം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്ക് പോർഷനിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ചെയിൻ പോലെ കാണും. ഈ ചെയിനിൻ്റെ ഈ 2 ഭാഗം കൂടുമ്പോഴാണ് ഒരു ചെയിൻ വരുന്നത്. ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഒന്നിച്ചാണ് നമുക്കൊരു ചെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ബാക്ക് ലൂപ്പ് ഒന്നിങ്ങനെ പൊന്തിച്ച് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഒന്ന് എളുപ്പമാവും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു റൗണ്ടിൽ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഹാഫ് DC വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹാഫ് DC ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഓരോ ഹാഫ് DC സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഒരു ലൈന് പോലെ കാണും. പക്ഷെ അതും നമ്മൾ ഈ അപ്പർ പാർട്ടിലേക്ക് നമ്മൾ വർക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓരോ ഹാഫ് DC വീതം ചുറ്റിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ലൈനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നമ്മളെ വർക്ക് അപ്പർ പാർട്ടിലേക്ക് ടേൺ ആവും. അല്ലാതെ നമ്മൾ നേരത്തൊക്കെ 2 ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നേരാണ് നമ്മളെ വർക്ക് വന്നിട്ടുള്ളത്. ഇത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ പാർട്ടിലേക്ക് നമ്മളെ വർക്ക് ടേൺ ആവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഇത് ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ടേൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ വർക്ക് അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ ടേൺ ആയി വരും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് 12 സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. 12ാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും നമ്മൾ ഇനി 2 ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഒന്നുമില്ല. 2 ലൂപ്പും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ബൂട്ട് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഹാഫ് DC ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ്, സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ എത്തിയവരെ ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അണവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ചിനെ നമ്മൾ അടുത്ത യാണോവ ചെയ്ത് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാണോവ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണോവ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു DC ഡിക്രീസിങ് കിട്ടും. ഇനി അടുത്ത ചെയിനിലും അതുപോലെ തന്നെ 2 ചെയിനിനെ നമ്മൾ
ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ സെക്കൻഡ് ഡിക്രീസിങ്ങും ചെയ്തു. ഇനി തേർഡ് വണ്ണിലും അടുത്തതിലും നമുക്ക് 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് DC ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ DC ഡിക്രീസിങ് കിട്ടി. ഇനി നമ്മൾ അടുത്തതിലും ചെയ്യുക. അപ്പോൾ നാലാമത്തെ DC ഡിക്രീസിങ് കിട്ടി. അടുത്ത 2 ചെയിനിലും ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ അഞ്ചാമത്തെ ഡിക്രീസിങ് കിട്ടി. അടുത്ത 2 ചെയിനിലും DC ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ ആറാമത്തെ DC ഡിക്രീസിങ് കിട്ടി. അടുത്ത 2 ചെയിനിലും DC ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ ഏഴാമത്തെ DC ഡിക്രീസിങ് കിട്ടി. ഒന്നുകൂടി ചെയ്യാം. നമ്മൾ 2 യാൺ വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് വരുന്നത്. അപ്പോൾ ബിഗിനർ ആകുമ്പോൾ എന്തായാലും ഒരു യാൺ വെച്ചിട്ട് ചെയ്യുക. അടുത്ത 2 ചെയിനിലും ഓരോ ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 16 ചെയിനിനെ 8 ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 8 ചെയിനിനെ നമ്മൾ 16 ചെയിനിനെ നമ്മൾ അപ്പർ പാർട്ടിലേക്ക് 8 ചെയിനാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ഒരു ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 11 ചെയിൻ എടുത്തതുകൊണ്ട് നമ്മൾ 8 ഡിക്രീസിങ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 13 ചെയിൻ സ്റ്റിച്ചാണ് ബേസിന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ 9 ഡിക്രീസിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഡിക്രീസിങ് അധികം ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 8 ഡിക്രീസിങ് ആണ് ചെയ്തത്. 11 ചെയിൻ എടുത്തതുകൊണ്ട് 8 ഡിക്രീസിങ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ 13 ചെയിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 9 ഡിക്രീസിങ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിനെ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും 2 ചെയിൻ ചെയ്യാം. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ഇങ്ങനെ ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു DC ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 8 ഡിക്രീസിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ 8 ഡിക്രീസിങ്ങിന് 4 ഡിക്രീസിങ് ആയിട്ട് നമ്മൾ ചെയ്യാണ് പോകുന്നത്. ഞാനവർ ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് DC ചെയ്യുക. DC ഡിക്രീസിങ് ഈ 2 ചെയിനിന് നമ്മളൊരു ചെയിനായിട്ട് DC ഡിക്രീസിങ് ചെയ്തു. 1 ചെയ്തു. ഇനി അടുത്ത 2 ചെയിനിന് ഒരു ചെയിനാക്കുക. 2 DC ഡിക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിന് 3 DC ഡിക്രീസിങ് ചെയ്യാം. ഇനി അടുത്തത് 2 ചെയിനിന് 4ാമത്തെ DC ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ 4 ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചെയിനിന് നമ്മൾ ഒരു DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 4 DC ഡിക്രീസിങ് ചെയ്തു. ആദ്യം ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ ഒരു DC ചെയ്തു. പിന്നെ നമ്മൾ 4 DC ഡിക്രീസിങ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഒരു DC ചെയ്തു. ഇനി എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ
ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത റൗണ്ട് അപ്പർ പാർട്ടിലെ 4th റൗണ്ടാണ്. 1 2 ചെയിൻ ചെയ്യാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് DC ചെയ്യുക. ഈ ഒരു ഇപ്പോൾ നമ്മൾ ഈ വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഏകദേശം ഒരു ഷൂവിൻ്റെ മോഡൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും ഷൂസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഷൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഓരോ റൗണ്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾ അടുത്ത റൗണ്ട് കാണുക, എന്നിട്ട് എഴുതി വെക്കുക, വീണ്ടും അത് ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നായിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഏത് ടഫുള്ള ഒരു വർക്കാണെങ്കിലും നമുക്കത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും നമുക്കവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 4 സ്റ്റിച്ചിലാണ് 8 സ്റ്റിച്ചിനെ 4 സ്റ്റിച്ചാക്കിയിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്തു. ഇനി നമ്മൾ 4 സ്റ്റിച്ചിനെ 2 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, മുകളിലേക്ക് എടുക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ഡിക്രീസിങ് കിട്ടും. അടുത്ത 2 ചെയിനിലും നമ്മൾ ഒരു ചെയിൻ ആക്കിയിട്ട് DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 2 DC ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു എൻഡ് എത്തുന്ന വരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള എൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷൂസിൻ്റെ മോഡലാണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക. നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് അവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ടിൽ നമ്മൾ
2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ടാണ് ഡിക്രീസിങ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യമേ നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു റൗണ്ട് അധികം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 സ്റ്റിച്ച് ഡിക്രീസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ 2 സ്റ്റിച്ചിനാണ് 4 സ്റ്റിച്ചിനെ നമ്മൾ 2 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ റൗണ്ടിലും നമ്മൾ 2 പ്രാവശ്യമാണ് ഡിക്രീസിങ് ചെയ്തത്. ഇവിടെയും നമ്മൾ 2 പ്രാവശ്യം ഡിക്രീസിങ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് DC ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ ഷൂസ് യൂസ് ചെയ്യാം കേട്ടോ. 3 ടൈപ്പിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഷൂസ് യൂസ് ചെയ്യാം. അപ്പർ പാർട്ടിലേക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. യാണ് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കുക, പിന്നെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ആ 2 യാണും തമ്മിലൊന്ന് ഒരുമിച്ച് കൂട്ടി കെട്ടി കൊടുക്കുക. അതിനുശേഷം ഈ ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ യാണ്, ഈ സെലിബ്രിറ്റിൻ്റെ പ്ലഫി യാണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതൊന്ന് വെച്ചിട്ട് അത് നല്ല 8 പ്ലേ ആണ് തന്നെയാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട് ഈ ഒരു യാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് ഈ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക, ഞാനോ ചെയ്യാം, പിന്നെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2. ഇത് നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് DC വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC വീതം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ചസ് കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഫ്ലഫി യാൻസ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, ഹാഫ് DC ചെയ്താലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ബൂട്ടിന് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒരു റോ മതിയെങ്കിൽ ആ ഒരു റോയിൽ ഇങ്ങനെ ചുറ്റിലും ഓരോ ഹാഫ് DC എന്നുള്ളതിൽ ചെയ്ത് കൊടുക്കാം. 2 റോ ആണെങ്കിൽ 2 റോ, അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര റൗണ്ടാണോ അതിനനുസരിച്ച് റൗണ്ട് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. അണവർ ചെയ്യുക, 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ലൂപ്പ് കാണാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. നമുക്ക് കറക്റ്റ് ഫ്ലഫി ആയി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചസ് ഒന്നും കാണൂല. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഹാഫ് DC നമ്മൾ ചെയ്ത് പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാ റൗണ്ടിലും ഹാഫ് DC തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷൂവിൽ. നമുക്ക് ഇങ്ങനെ
സെയിം പാറ്റേൺ തന്നെ ചുറ്റിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡീസിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഞാനും ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇത്ര മതി, ഈ ഒരു ബൂട്ടിൻ്റെ വലിപ്പം ലെങ്ത് ഇത്ര മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് 1-2 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുക. ചെയിൻ 2 ചെയ്യുക. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള രീതിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ആ സ്റ്റിച്ചസ് മനസ്സിലാവാൻ കുറച്ച് പാടുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് കേട്ടോ. ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്, ഹാഫ് ഡി സി ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ്. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് അല്ല, ഹാഫ് ഡി സി മാത്രം, ഫ്രണ്ട് പോസ്റ്റ് ഇല്ലാതെ ഹാഫ് ഡി സി മാത്രം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാതെ ഹാഫ് ഡി സി മാത്രം ചുറ്റിലും ചെയ്ത് 3 റൗണ്ടോ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് ചെയ്താലും കാണുമൊന്നുമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഡി സി തന്നെ ചെയ്യാം കേട്ടോ. പോലെ നമ്മൾ ഒരുപാട് ഷൂസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാറ്റേൺസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻസ്, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അതല്ല ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവരാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പെങ്കിലും കമൻറ്റിലൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹൈപ്പ് നമ്മൾ ഓണാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ആ ഹൈപ്പിൽ നോക്കിയാൽ നമ്മളെ വർക്കുകളൊക്കെ പെട്ടെന്ന് തിരയാതെ തന്നെ നമുക്ക് ആ ഹൈപ്പിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഏതൊക്കെ വർക്കുകളാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇപ്പോൾ യൂട്യൂബ് പുതിയൊരു ഫീച്ചർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അതൊന്ന് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെ ഹൈപ്പിൽ പോയിട്ട് നമുക്ക് ആ വീഡിയോസ് ഫേവറേറ്റ് വീഡിയോസിലാക്കി വെക്കുന്നത് പോലെ അങ്ങനെ ആ വീഡിയോസ് ആക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണണമെങ്കിൽ അങ്ങനെ കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് ഒരു ഫ്രണ്ട് പോസ്റ്റ് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ടും കൂടി ഇതേപോലെ ചെയിൻ 2 ചെയ്യാം. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡി സി, ഒരു ബാക്ക് പോസ്റ്റ് ഹാഫ് ഡി സി, ഡബിൾ ക്രോഷേ ആണ്, ഹാഫ് ഡി സി അല്ല. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ, ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ചസൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അത് ചെയ്യാൻ നല്ല ടഫാണ്, കഴിയുന്നില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ, ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ 3 റൗണ്ടോ 4 റൗണ്ടോ എത്ര റൗണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ഇതിൽ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ചുറ്റും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും ഇങ്ങനെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക.
അതിനുശേഷം നമുക്ക് യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ യാണിനെ നമുക്ക് ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഏതെങ്കിലും ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 1 or 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. അതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാലൻസ് വരുന്ന ഈ ഒരു യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഷൂസ് എന്ന് തന്നെ പറയാം. ക്രിസ്മസിനൊക്കെ നമുക്ക് ഇങ്ങനെ ബേബീസിനൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് ഈ ഒരു ചെറിയ സൈസിൽ ചെയ്യുമ്പോൾ നമുക്ക് കിച്ചനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷൂ ആണ്. ഇതുപോലെ ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.